ഹലോ ഗൈസ്, CW സീരീസിന്റെ ഡേ 6 ആണ്. സോ നമ്മൾ പ്രീവിയസ് വാർ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡേ 6ലെ ഫസ്റ്റ് അറ്റാക്ക് എടുക്കാൻ പോവാണ്. സോ നമ്മൾ അടിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ബേസിനെയാണ്. നോക്കുവാണെങ്കിൽ അത്യാവശ്യം റഷ് ആയിട്ടുള്ള തന്നെ ബേസാണ്. സോ ഈസി ആയിട്ട് 3 കിട്ടും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അറ്റാക്ക് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഇവിടെ സീജ് വറാക്ക ഡിപ്ലോയ് ചെയ്യാം, മീറ്റർ കോളം ഡിപ്ലോയ് ചെയ്യാം, ക്യൂൺ ഡിപ്ലോയ് ചെയ്യാം, 3 ഇലക്ട്രോഡാഗൺ ഡിപ്ലോയ് ചെയ്യാം, എല്ലാ ഇലക്ട്രോഡാഗണും ഡിപ്ലോയ് ചെയ്യാം, വാർഡൻ ഡിപ്ലോയ് ചെയ്യാം, മിനിയം പ്രിൻസ് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ടോട്ടസ് സ്പെൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അനദർ ടോട്ടസ് സ്പെൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ടോട്ടസ് സ്പെൽ ഇട്ട് കൊടുക്കാം. ബേസ് ഇത് ഈസി ആയിട്ട് തന്നെ 3 കിട്ടും, കാരണം റഷ് ആയിട്ടുള്ള ബേസ് ആണ്. ഓക്കെ, വാർഡന്റെ എബിലിറ്റി അടിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്ത ടോട്ടസ് സ്പെൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, റോൾ ചാവൻ ഡിപ്ലോയ് ചെയ്ത് എബിലിറ്റി അടിച്ചു കൊടുക്കാം. ടോട്ടസ് സ്പെൽ ഇട്ട് കൊടുക്കാം. ബേസ് ഇനി നമുക്ക് സ്പെൽ ഇടണമെന്നില്ല, അല്ലാതെ തന്നെ 3 കിട്ടും. നമുക്ക് ബാക്കിയുള്ള സ്പെല്ലൊക്കെ സ്വാഗ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഹീറോസിന്റെ എബിലിറ്റി ഒക്കെ ചുമ്മാ അടിച്ചു കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് അങ്ങനെ 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് അറ്റാക്ക് എടുക്കാൻ പോവാണ്. സോ 8ാമത്തെ ബേസിനാണ് അടിക്കാനുള്ളത്. സോ നമുക്ക് സ്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും അത്യാവശ്യം റഷ് ആയിട്ടുള്ള ബേസ് ആണ്. സോ നമുക്ക് അറ്റാക്ക് കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ റോൾ ചാവിന് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ഇൻവിസ്പെൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇൻവിസ്പെൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇൻവി ഇട്ട് കൊടുക്കാം. ഓക്കെ, റീകോൾ ചെയ്യാം. ഓക്കെ, സീജ് വറാക്ക് ഡിപ്ലോയ് ചെയ്യാം. ഒരു ഐസ് ഗോളം ഡിപ്ലോയ് ചെയ്യാം, ക്യൂൺ ഡിപ്ലോയ് ചെയ്യാം, എബിലിറ്റി അടിച്ചു കൊടുക്കാം. ഐസ് ഗോളം ഡിപ്ലോയ് ചെയ്യാം, ബൂബേഡസ് ഡിപ്ലോയ് ചെയ്യാം, വാർഡൻ ഡിപ്ലോയ് ചെയ്യാം, വാൽക്കിരി ഡിപ്ലോയ് ചെയ്യാം, കില്ലേഴ്സ് കിങ്. റോയൽ ചാമ്പിനെ ഡിപ്ലോയ് ചെയ്യാം. വാർഡന്റെ എബിലിറ്റി അയച്ചു കൊടുക്കുക. റേജ് സ്പെൽ ഇട്ട് കൊടുക്കുക. ഇവിടുന്ന് പെക്കാൻ ഇറക്കി വിടാം. നമുക്ക് റോയൽ ചാമ്പിന്റെ എബിലിറ്റി അടിച്ചു കൊടുക്കാം. നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യാം. കിങ്ങിന്റെ എബിലിറ്റി കൂടി അടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ അറ്റാക്ക് അങ്ങനെ 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ബേസിനാണ് അടിക്കാൻ പോകുന്നത്. സോ അറ്റാക്ക് കൊടുക്കുക. സോ ഫസ്റ്റ് തന്നെ ഒരു ഐസ് കോളം ഡിപ്ലോയ് ചെയ്യാം, കിങ് ക്യൂൺ ഡിപ്ലോയ് ചെയ്യാം, ഡ്രാഗൺസ് എല്ലാം ഡിപ്ലോയ് ചെയ്യാം, വാർഡൻ ഡിപ്ലോയ് ചെയ്യാം, ഡ്രാഗൺ റൈഡർ ഡിപ്ലോയ് ചെയ്യാം, ബാറ്റിൽ ബ്ലിംബ് ഡിപ്ലോയ് ചെയ്യാം, റോൾ ചാമ്പിനെ ഡിപ്ലോയ് ചെയ്ത് എബിലിറ്റി അടിച്ചു കൊടുക്കുക. വാർഡന്റെ എബിലിറ്റി അടിച്ചു കൊടുക്കുക.
ഓക്കെ, ഇവിടെ ക്ലോൺ ചെയ്യാം. റേജ് ഇട്ട് കൊടുക്കുക, ക്ലോൺ ചെയ്യുക, പോയിസൺ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ഒരു ഫ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ടോട്ടം സ്പെൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, 2 ലൂൺ ഉണ്ട്, അതിട്ട് കൊടുക്കുക. യെസ്, അങ്ങനെ നമുക്ക് ഈ ബേസ് നമുക്ക് 3 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഈ ക്ലാൻ വാർ ലീഗിലെ ഏറ്റവും എന്താ പറയാ ഈസി ആയിട്ടുള്ള ബേസ് ആണ് ഈ തവണ വന്നേക്കുന്നത്. സോ അതിന്റെ ഒരു അടിക്കാനും എളുപ്പമായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത അറ്റാക്ക് എടുക്കാൻ പോകുന്ന 4th ബേസിനാണ്. സോ അറ്റാക്ക് കൊടുക്കുക. സോ ഫസ്റ്റ് തന്നെ ഒരു ഇൻവിസിബിൾ ഇടുക, റോയൽ ചാമ്പിനെ ഡിപ്ലോയ് ചെയ്യുക. അടുത്ത ഇൻവിസിബിൾ ഇട്ട് കൊടുക്കുക. അടുത്ത ഇൻവിസിബിൾ ഇട്ട് കൊടുക്കുക. അടുത്ത ഇൻവിസിബിൾ ഇട്ട് കൊടുക്കുക. അടുത്ത ഇൻവിസിബിൾ ഇടുക. റോയൽ ചാമ്പിനെ റീകോൾ ചെയ്യുക. സീജി ബറാക്ക് ഡിപ്ലോയ് ചെയ്യുക. 2 ഐസ് ഗോളും ഡിപ്ലോയ് ചെയ്യുക. റൂട്ട് റൈഡേഴ്സ് ഡിപ്ലോയ് ചെയ്യുക. വാർഡൻ ഡിപ്ലോയ് ചെയ്യുക. കിങ് ക്യൂൻ ഡിപ്ലോയ് ചെയ്യുക. ഹീലർ ഡിപ്ലോയ് ചെയ്യുക. അപ്രന്റീസ് വാർഡൻ ഡിപ്ലോയ് ചെയ്യുക. 2 ലൂൺ ഡിപ്ലോയ് ചെയ്യുക. റോയൽ ചാമ്പിനെ ഡിപ്ലോയ് ചെയ്യുക. ഓക്കെ, ഒരു ടോട്ടൽ സ്പെൽ ഇട്ട് കൊടുക്കുക. റോയൽ ചാമ്പിന്റെ എബിലിറ്റി അടിച്ചു കൊടുക്കുക. ക്യൂവിന്റെ എബിലിറ്റി അടിച്ചു കൊടുക്കുക. ഓക്കെ, ഒരു ഇൻവിസിബിൾ ഇട്ട് കൊടുക്കുക ക്യൂവിന്. വാർഡന്റെ എബിലിറ്റി അടിച്ചു കൊടുക്കുക. കിങ്ങിന്റെ എബിലിറ്റി അടിച്ചു കൊടുക്കുക. 2 ഹെഡ് ഹണ്ടേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു ഇൻവിസിബിൾ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ഡേയുടെ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പം നാളത്തെ വീഡിയോ എന്ന് പറയുമ്പം നമുക്ക് പ്രൊമോഷൻ കിട്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ ഗൈസ്, ബൈ.